ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനായ KM മുഹമ്മദ് സിദ്ദിഖ് സാഹിബ്, വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യം തന്നെ ഈ പരിപാടിയുടെ സംഘാടകരെ അനുമോദിക്കുന്നു. എന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ള കാര്യം കൊണ്ട് മാത്രമല്ല, എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ വിഷയം ധാർമ്മികതയാണ് മാനവികതയുടെ ജീവൻ എന്ന വിഷയം തിരഞ്ഞെടുത്തു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാധാരണ രീതിയിൽ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോഴൊക്കെ അല്പം വിഷമം തോന്നാറ്. ആശംസാ പ്രസംഗം, ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ വിഷമല്ല, കാരണം പ്രത്യേക സബ്ജക്റ്റ് ഇല്ലാതെ എന്തെങ്കിലും പറയണം. അങ്ങനെ പറയാൻ കഴിവുള്ള ആളുകൾ, അങ്ങനെ പറയാൻ കഴിവുള്ളതല്ല, അങ്ങനെ പറഞ്ഞ് എന്തും പറയാൻ പറ്റുന്ന ആളുകൾ കുറേ പേരുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് വെച്ചുകൊണ്ട് സംസാരിക്കുക, അതാണ് എൻ്റെ താല്പര്യം. ഭാഗ്യത്തിന് ഇവിടെ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള മാത്രമല്ല, ആ വിഷയം ഇന്നത്തെ കാലത്ത് നമ്മൾ, പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന യുവതലമുറ മനസ്സിലേക്ക് ഉൾക്കൊള്ളേണ്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ കാര്യം സംസാരിച്ചു കൊണ്ട് പോകും, ഞാൻ കൂടാതെ മറ്റ് പല ആളുകളും സംസാരിക്കും. പക്ഷേ അങ്ങനെ കേട്ടുപോകുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുന്നത്, ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് മറു ചെവിയിലൂടെ വിട്ടുപോകുന്നൊരു പരിപാടി നടത്തിയാൽ അത് നമ്മുടെ നാടിന് ആപത്താണ്. നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ധാർമ്മികതയാണ് മാനവികതയുടെ ജീവൻ എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ കുറച്ച് കാലം പഴക്കത്തിൽ പിന്നിലേക്ക് ക്ഷണിക്കുകയാണ്, ഒരു പ്രസംഗത്തിലേക്ക്. അതിനു മുമ്പ് പറയാം, നമ്മുടെ നാട് പരമാധികാര രാഷ്ട്രമായിട്ട് 74 വർഷം തികഞ്ഞു. 75ാമത്തെ വർഷമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട് പരമാധികാര രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യം ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് വിളിക്കണോ ഭാരതം എന്ന് വിളിക്കണോ എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് തർക്കിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന പോലെ ഇന്ത്യ എന്നാണല്ലോ, നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രമാണ്. അങ്ങനെ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള ആളെ നമുക്കറിയാം. ഒരു ഭരണഘടനാ അസംബ്ലിയാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് BR അംബേദ്കറാണ്. 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് 2 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 61 ദിവസം മുമ്പ് ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. നിങ്ങളിൽ പല ആളുകൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ആ പ്രസംഗം പക്ഷേ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതാണ്. അദ്ദേഹം നമുക്കൊരു വലിയ ഭരണഘടന ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആവേശം കൊണ്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ വിഷയമായിട്ട് നിൽക്കുന്നത്. ധാർമ്മികതയാണ് മാനവികതയുടെ ജീവൻ എന്നുള്ളത്. അംബേദ്കർ പറഞ്ഞത് 1950 ജനുവരി 26 മുതൽ നമ്മൾ വലിയൊരു വൈരുദ്ധ്യത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ആ വൈരുദ്ധ്യം കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ആ വൈരുദ്ധ്യം നമ്മുടെ നാടിനെ എവിടെ എത്തിക്കും എന്ന് പറയാനാവാത്ത അവസ്ഥയാണ്. ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത ആളാണ്. ആ ഭരണഘടനയുടെ ഉദ്ഘാടനത്തിന്, അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൻ്റെ ദിവസത്തിന് തൊട്ട് മുമ്പേ ഇങ്ങനെയൊരു കാര്യം പറയുന്നത്. വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ നാട് പോകാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, നമുക്ക് 1950 ജനുവരി 26 ശേഷം ഒരു കൃത്യമായ ഭരണഘടന ഉണ്ടാകും. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. പക്ഷേ ഏത് ജനാധിപത്യമാണ്? ആ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശങ്ക ആയിട്ട് നിലനിന്നിരുന്നത്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യം ഉണ്ടാകും. പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷേ അതുമാത്രം മതിയോ? ഒരു രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രമാക്കുന്നതിന്
രാഷ്ട്രീയമായിട്ട് ജനാധിപത്യം മാത്രം മതിയോ? നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് കാര്യമേ വേണ്ടൂ. ഒന്ന്, ജനങ്ങൾ തിരഞ്ഞെടുക്കണം, ജനങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കണം, എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ടുള്ള വോട്ടവകാശം ഉണ്ടായിരിക്കണം. അക്കാലം മുതൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ എന്ന് പറയാവുന്ന, ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരെ ഇത് അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അതായത് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, അവർ ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കുക, എല്ലാവർക്കും ഒരേപോലെയാണ്. ഒരാളുടെ വോട്ടിന് 2 മൂല്യം, ഒരാളുടെ വോട്ടിന് 10 മൂല്യം, ഒരാളുടെ വോട്ടിന് 0 മൂല്യം എന്ന നിലയിലൊന്നും മൂല്യങ്ങളില്ല. ഒറ്റ വോട്ട്, 1 വോട്ട് 1 വാല്യൂ എന്നുള്ളതാണ് നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്കറിയാമല്ലോ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നിർവചനം എന്ന് പറയുന്നത് ഡെമോക്രസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അബ്രഹാം ലിങ്കൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യം, ഡെമോക്രസി ഈസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ബൈ ദ പീപ്പിൾ എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അക്കാലം മുതൽ ഇന്നോളം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ബൈ ദ പീപ്പിൾ, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, അതിൽ സംശയമില്ല. അല്ലെങ്കിൽ ഏകാധിപത്യമായി പോകും. മറ്റു രാജ്യങ്ങളിലെ പോലെ ഇപ്പോൾ ഈവൻ നമ്മുടെ അടുത്തുള്ള രാജ്യമായ പാകിസ്ഥാനിലുൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് പട്ടാള ഭരണം ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പട്ടാള ഭരണം ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആൾ തന്നെയാണ്, ആൾ എങ്ങനെയുള്ള ആളാണെങ്കിലും ഈ നാട് ഭരിക്കുന്നത്. പക്ഷേ ഈ നാട് ഓഫ് ദ പീപ്പിൾ ആണോ ഫോർ ദ പീപ്പിൾ ആണോ എന്നൊരു ചോദ്യമുണ്ട്. ആളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു രാജ്യം ഡെമോക്രാറ്റിക് രാജ്യം ആവണമെന്നില്ല, അത് ഓഫ് ദ പീപ്പിൾ ആവണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അത് ജനങ്ങളുടെ തന്നെ പ്രതിനിധികളായിരിക്കണം. അങ്ങനെയാണോ? പലപ്പോഴും അധികാരത്തിൽ വരുന്ന ആളുകൾ ഏകാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുന്ന നമ്മൾ കാണാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കണം, ഞാനാണ് ഉറപ്പ് നൽകുന്നത്, നിങ്ങളത് കേട്ടുകൊള്ളണം, ഇതെൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പല കാര്യങ്ങളും അവതരിപ്പിക്കപ്പെടാറുണ്ട്. അത് ഏകാധിപത്യമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരാളും ഭരിക്കുന്ന ആൾ അയാൾക്ക് വേണ്ടി ഭരിക്കില്ല, അയാളുടെ ഭരണമല്ല നടക്കുന്നത്, അയാൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക. അതാണ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. അവർ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്. ആ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഭരിക്കുന്ന ആളുകൾ ആ ജനത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അവർ ഭരിക്കേണ്ട ജനത്തിന് വേണ്ടിയിട്ടാണ്, ഫോർ ദ പീപ്പിൾ. അംബേദ്കർ അതുപോലുമല്ല പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ജനാധിപത്യമുണ്ട്, പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് നമ്മുടെ നാട് ജനാധിപത്യ രാഷ്ട്രമാകുന്നുണ്ടോ, ഡെമോക്രാറ്റിക് രാജ്യമാണോ എന്നാണ് അംബേദ്കറുടെ അന്നത്തെ 1949 നവംബർ 25 ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു രാജ്യം ജനാധിപത്യ രാഷ്ട്രമാവണമെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രം പോരാ, അവിടെ സാമൂഹ്യമായിട്ടുള്ള ഡെമോക്രസി ഉണ്ടാകണം, സാമ്പത്തികമായ ഡെമോക്രസി ഉണ്ടാകണം, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടോ? അതുണ്ടാവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അത് ഇക്കണോമിക് ഡെമോക്രസിയെ പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയുന്നത് സാമൂഹ്യമായ ഡെമോക്രസിയാണ്. അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമാണ് ഉള്ളത്. നമ്മുടെ ഭരണഘടന പൗരാവകാശങ്ങൾ അനുവദിച്ച് ധാരാളം പൗരാവകാശങ്ങൾ നൽകിയിട്ടുള്ളത്. നമുക്ക് സംസാരിക്കാം. ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നതിൻ്റെ ഈ സംസാരിക്കാനുള്ള എൻ്റെ അവകാശം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് തടയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എന്നെ ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാണ്. ഇതേപോലെ നമുക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ വിശ്വാസം എന്താണോ, നമ്മൾ ഏത് മതത്തിലോ എന്തിലാണോ വിശ്വസിക്കുന്നത് അത് ആചരിക്കാനും പ്രചരിപ്പിക്കാനും കഴിയണം. ഇങ്ങനെ എല്ലാ ആളുകൾക്കും തുല്യമായ അവകാശങ്ങളുണ്ടായിരിക്കണം. ഞാനിവിടെ വരുന്നതിന് മുമ്പേ വരുന്നതിന് തൊട്ട് മുമ്പ് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ എന്നെ വന്ന് വിളിച്ചത്. അപ്പോഴും വാർത്ത, എന്നെ അവസാനമായി വായിച്ച വാർത്ത, അത് സത്യത്തിൽ ഇവിടെ പറയേണ്ട വാർത്ത കൂടിയാണ്. കർണാടകയിൽ ഒരു MP അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അദ്ദേഹം അതിരൂക്ഷമായിട്ട് ഒരു മതവിഭാഗത്തിനെതിരെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിർത്താൻ പറ്റില്ല, അവർ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം മാത്രമല്ല, തുടർച്ചയായിട്ട് പല ആളുകളും കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ UR അനന്തമൂർത്തിയെ നിങ്ങൾക്കറിയാം, കർണാടകയിൽ തന്നെയുള്ള പ്രഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തോട് കടന്നുപോ പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞ
ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആർക്കാണ് ഇന്ന മതമൊന്നുമല്ല, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്കും ഒക്കെ ജീവിക്കാൻ അവകാശമുള്ളതാണ്. അങ്ങനെ അവകാശം ഉണ്ടായിരുന്ന കാലവും ഉണ്ടായിരുന്നു. ചർവാകന്മാരുടെ നാടാണിത്. ചർവാകന്മാർ എന്ന് പറഞ്ഞാൽ അവർ ദൈവവിശ്വാസികളല്ല, മതവിശ്വാസികളല്ല, ഒന്നുമല്ല. പക്ഷെ അങ്ങനെ ചർവാകന്മാരെ മഹർഷികൾ ആയിട്ട്, ചർവാക മഹർഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരേതൊരു ഈ ആധ്യാത്മികത ഇല്ലാത്ത ആളുകളായിരുന്നു. ബുദ്ധൻ ഒരിക്കൽ പോലും ദൈവവിശ്വാസിയായിരുന്നില്ല. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദൈവവിശ്വാസിയായിരുന്നില്ല. അവർക്കൊക്കെ ഇവിടെ ഈ നാട്ടിൽ നിലനിൽക്കാനും അവരുടെ ആശയപ്രചരണങ്ങൾ നടത്താനുള്ള അവകാശമുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ആ അവകാശമുണ്ടോ? അത് ഈ ഒരു പ്രശ്നം അംബേദ്കർ സ്വാഭാവികമായിട്ടും ഭയന്നിരുന്നു. നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊളിറ്റിക്കൽ ജനാധിപത്യം ഉണ്ടാകാം. പക്ഷേ ആ ഡെമോക്രസി കൊണ്ട് മാത്രമായോ സോഷ്യൽ ഡെമോക്രസി ഉണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ച, ജാതീയമായ പീഡനങ്ങൾ അനുഭവിച്ചതിൽ ഒരാളാണ് അംബേദ്കർ, ഏറ്റവും ഭീകരമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞത്, ആദ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവർക്കും സാമൂഹ്യമായിട്ടുള്ള അവകാശങ്ങൾ, ജനാധിപത്യാവകാശം ഉണ്ടായിരിക്കണം. വൺ വോട്ട് വൺ വാല്യൂ എന്നുള്ളത് പോലെ തന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക്, ഏതെങ്കിലും ഒരു ജാതിയിൽ വിശ്വസിക്കുന്ന ആൾക്ക് പതിത്വം ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായിട്ട് അവകാശങ്ങൾ ഉണ്ടാകണം എന്ന് ആവർത്തിച്ച് പറഞ്ഞയാളാണ്. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് പോലും അതിനുവേണ്ടി തർക്കിച്ച് അവകാശങ്ങൾ ചോദിച്ചെടുത്ത, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്നതിന് മുമ്പേ വേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നാം വട്ടമേശ സമ്മേളനത്തിലും രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും വളരെ ശക്തമായിട്ട് ആവശ്യം ഉന്നയിച്ചയാളാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഈ ഭരണഘടനയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശങ്ങളും നമുക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ഭരണഘടനയാണ് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ശക്തമായ എതിർപ്പുകൾ പലതും ഉണ്ടായിട്ടും അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഭയന്നിരുന്നു, അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും. കാരണം നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ജനാധിപത്യം ഉണ്ടായിട്ടില്ല. അതുമല്ലാത്ത രാജ്യം കൊണ്ട് എന്താണ് നേട്ടം? അതാണ് അദ്ദേഹം ഈ കോൺട്രഡിക്ഷൻ. നമ്മളൊരു വലിയ കോൺട്രഡിക്ഷനെ നേരിടാൻ പോവുകയാണ്, ഒരു വലിയ വൈരുദ്ധ്യത്തെ നേരിടാൻ പോവുകയാണ്. ആ വൈരുദ്ധ്യം കൂടുതൽ കനക്കാനുള്ള സാധ്യത കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പോയാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം, ഈ ജനാധിപത്യ രാജ്യത്തിന് എത്ര കാലം നിലനിൽക്കാൻ കഴിയും? ആ ചോദ്യം ഇപ്പോൾ പ്രസക്തമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്നത്, ഞാൻ ഇന്ന് രാവിലെ വായിച്ച പത്രവാർത്ത ഉൾപ്പെടെ മിക്ക ദിവസങ്ങളും പത്രമെടുക്കുമ്പോഴുള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ ധ്വംസനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ രാജ്യത്ത് ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും 75 വർഷമായിട്ട്, 75ാമത്തെ വർഷമാണല്ലോ, 75 വർഷമായിട്ടും കഴിയുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമല്ല. അതിന് കാരണം എന്തുകൊണ്ടാണ്? ഭരിക്കുന്നവർ മാത്രമല്ല, ഭരിക്കുന്നവർ എപ്പോഴും അധികാരം നേടിയെടുക്കുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുള്ളത്, അധികാരം ദുഷിപ്പിക്കുമെന്നാണ് പറയുക. അധികാരം ദുഷിപ്പിക്കും, പരമാധികാരം പരമമായിട്ട് ദുഷിപ്പിക്കും. അങ്ങേയറ്റം ദുഷിപ്പിക്കാൻ തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുമ്പോൾ ഞാനാണ് വലുത്, ഞാനാണ് രാജാവ് എന്ന തോന്നലുണ്ടാകും. അപ്പോൾ ഞാൻ ജനപ്രതിനിധിയാണ് എന്നുള്ള തോന്നലിന് പകരം ഞാൻ രാജാവാണ്, ഞാൻ ഭരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, ഭരിക്കാനുമായിട്ട് ജനിച്ചവനാണെന്നുള്ള തോന്നലുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ജനാധിപത്യത്തിൻ്റെ അവസ്ഥയിൽ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഏക ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട ആളുകൾ ആരാണ്? നമുക്ക് അനുകൂലമായി, ജനത്തിന് വേണ്ടിയാണോ ഭരിക്കുന്നത്? ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ജനാധിപത്യത്തിനപ്പുറത്ത് സാമൂഹ്യമായിട്ടുള്ള ജനാധിപത്യമുണ്ടോ? ഉച്ചനീചത്വങ്ങളുണ്ടോ? ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ ആൾ, നമ്മൾക്ക് അറിയാമല്ലോ, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമാണ് കൊറോണ എന്ന് പറയുന്നത്, കോവിഡ് കാലത്ത് ലോകത്തിലെ ഒരുവിധം സമ്പന്നന്മാരൊക്കെ വല്ലാതെ ഇടച്ചലിൽ നിന്നാണ്, അവർക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ നേരിട്ടാണ്. നമുക്കറിയാം ലോകത്ത് എത്രയോ ശതകോടീശ്വരന്മാരുണ്ട്. ആ കാലത്ത്
ഒരു ശതകോടീശ്വരനും മുന്നോട്ടേക്ക് അധികം പോകാൻ പറ്റും. അവരുടെ സാമ്പത്തികമായിട്ട് വളർച്ചയുണ്ടാക്കാൻ കാര്യമായി പറ്റിയില്ല. പക്ഷേ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ മാത്രം വൻ നേട്ടമുണ്ടാക്കിയ ആ കാലത്ത് അത് ഇന്ത്യക്കാരനായിരുന്നു. ആൾ ഗംഭീരനാണെന്നുള്ളതെല്ലാം പറയുന്നത് അദാനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദാനി ഗുജറാത്തിലെ ആരും അറിയാതിരുന്ന ഒരു വ്യവസായി വളരെ പെട്ടെന്നാണ് ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ കാലഘട്ടം എന്ന് പറയുന്നത്, ഏറ്റവും കടുത്ത വളർച്ചയുണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത് ഈ കോവിഡിൻ്റെ കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത്, ഇവിടെ പട്ടിണി കിടക്കുന്ന ആൾ, നമ്മൾ പലപ്പോഴും പത്രം വായിക്കുമ്പോൾ പ്രശ്നങ്ങളുള്ള ദുരിതബാധിതരായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള വാർത്തകൾ, സഹായം തേടുന്ന ആളുകളെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും വായിക്കും. ഇത് നമ്മുടെ നാടിൻ്റെ ഗതികേടാണ്. കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലൊക്കെ കാരുണ്യത്തിന് വേണ്ടി കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിവിടെയാണ് ഈ പറയുന്ന രൂപത്തിൽ ഉള്ള ഒരു ഡെമോക്രസി എന്ന് പറയുന്ന എക്കണോമിക് ഡെമോക്രസി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? സാമൂഹ്യമായിട്ടല്ലാത്ത രൂപത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരുണ്ടാവുന്ന കടുത്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ മതത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞു, ജാതിയുടെ പേരിൽ നമ്മുടെ തമിഴ്നാടെന്ന് പറയുന്നത് പെരിയാർ, തന്തൈ പെരിയാർ എന്ന് പറയുന്ന ഗംഭീരമായ മനുഷ്യൻ, ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ഒരാൾ ആണ് പെരിയാർ. പെരിയാറിൻ്റെ നാട്ടിൽ എല്ലാ സാമൂഹ്യ തിന്മകളെയും ചോദ്യം ചെയ്തയാളാണ് പെരിയാർ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കഴിഞ്ഞ മാസം സംഭവിച്ചത്, അവിടെ തമിഴ്നാട്ടിലെ ഈ ദേവസ്വം മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ മുഴുവൻ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, ഒരു താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ പോരാട്ടം പലപ്പോഴും ഉണ്ടായി. അങ്ങനെ കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കും, അവർക്കും പ്രവേശനം കൊടുക്കാൻ തീരുമാനിക്കുന്നു, കോടതി തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രവേശനം കൊടുത്തു. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അറിയാവോ? അവിടെയുള്ള സവർണ വിഭാഗം അവരെന്ത് ചോദിച്ചാൽ അവർ ആ ക്ഷേത്രം തന്നെ ബഹിഷ്കരിച്ചു. ആദ്യം അവർണരെ ബഹിഷ്കരിച്ചു, അത് കഴിഞ്ഞ് ആ ക്ഷേത്രം തന്നെ ബഹിഷ്കരിച്ചു. ഇത് ഇപ്പോഴും ഉച്ചനീചിത്വം ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ബഹിഷ്കരിച്ച് അവർ വേറൊരു ക്ഷേത്രം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു 2 മാസം മുമ്പേ പത്രങ്ങളിൽ വന്ന വാർത്ത. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ രീതിയിലുള്ള സാമൂഹ്യമായിട്ടുള്ള ഡെമോക്രസി ഉണ്ടായിട്ടില്ല. എല്ലാവരും തുല്യമാണ് എന്ന് നമ്മൾ പറയും. നമ്മുടെ ഭരണഘടന ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കേണ്ട ഭരണഘടന. അതിൻ്റെ ആദ്യത്തെ വാചകം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിലെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ടതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിലാദ്യത്തെ വാചകം പോലുമല്ല, ആദ്യത്തെ വാക്ക് ലോകത്തിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ആദ്യത്തെ വാക്ക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. വി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളായ നമ്മളെന്ന്. ഇംഗ്ലീഷിലെ വി എന്ന വാക്കിന് 2 അർത്ഥമുണ്ടല്ലോ, നമ്മളെന്നുമുണ്ട് ഞങ്ങളെന്നുമുണ്ട്. ഈ 2 അർത്ഥത്തിലുമാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. ആദ്യത്തെ വാക്ക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന, ഭരണഘടന നിലവിൽ ഉണ്ടാവുന്ന കാലത്ത് ജീവിച്ചിരുന്ന മുഴുവനും ജനങ്ങളും, അവിടെ മാത്രം നിൽക്കുന്ന പിന്നീട് ജനിക്കാൻ പോകുന്ന എല്ലാ ആളുകളും ഇതാ ഇവിടെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടേതായിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നുവെന്ന്. അത് ലോകത്തോടാണ് പറയുന്നത്, ലോകത്തിലെ മുഴുവൻ ജനതയോട് പറയുന്നു. അതേ സമയത്ത് അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മളോടുകൂടെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ഇന്ത്യക്കാർ. ഏതെങ്കിലും പ്രത്യേക മതത്തിലുള്ള ആളുകൾ, നമ്മൾ ഇന്ന മതക്കാർ അല്ലെങ്കിൽ ഇന്ന ജാതിക്കാർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ളതാണ്. അത് കടലാസിൽ എഴുതി വെച്ചതാണ്, ഭരണഘടന വായിക്കുന്ന ആളുകൾക്കൊക്കെ മുഴുവൻ കാണാവുന്ന ആദ്യത്തെ വാചകമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണോ നമ്മുടെ രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഇതുണ്ടാവുന്നില്ല? അവിടെയാണ് നിങ്ങളുടെ വിഷയം വരുന്നത്. മാനവികത എന്ന് പറയുന്നത്, മാനവികതയുള്ള ഒരു സമൂഹത്തിൽ മാത്രമാണ് ഈ തരത്തിൽ എല്ലാവരെയും തുല്യരായിട്ട് കാണുക. ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയും. നമ്മളെ ഭരണഘടനയിൽ ഇതൊക്കെ ഉണ്ട്. ഈക്വാലിറ്റി ഉണ്ട്, ഫ്രറ്റേണിറ്റി ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, ഒക്കെയുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സാമൂഹ്യമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. അത് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അതുണ്ടാവണമെങ്കിൽ മാനവികമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ. ഭരിക്കുന്ന ആളുകളുടെ മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ അതുണ്ടാകണം. കാരണം നാളെ നിങ്ങളിൽ ആരാണ് ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ഭരണചക്രത്തിലേക്ക് വരാൻ പോകുന്നത്, ആരാണ് ഈ ഇന്ത്യയെയും കേരളത്തിൽ നയിക്കാൻ പോകുന്നത് അറിയില്ല, ആർക്കുമാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഉൾച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമുള്ള ഒന്നാണ്. നമ്മളത് അതിന് ധാർമ്മികമായൊരു ജീവിത നിലവാരം നമുക്കുണ്ടാവണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾക്കൊള്ളാറുണ്ടോ എന്നുള്ളത് ഇനി നിങ്ങൾ മാത്രം, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ പെട്ടെന്നുള്ളതൊന്നുമല്ല. നമ്മൾ മഹത്തുക്കൾ മുഴുവൻ അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നുള്ള ഇപ്പോൾ ഞാനിവിടെ വെച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് പ്രവാചകൻ്റെ പേരാണ്, മുഹമ്മദ് നബിയുടെ പേരാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് ആദരണീയനായിട്ട് മാറുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ആദരവ് തോന്നുന്ന ഒരാളായിട്ട് മാറുന്നത്? അദ്ദേഹത്തിലൂടെ ദൈവിക വചനം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതൊരു നിമിത്തം മാത്രമാണ്. ഒരാളെ തിരഞ്ഞെടുക്കുക, ഒരാൾ നിയോഗിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് താൻ പറയുന്ന കാര്യങ്ങൾ, താൻ ഉദ്ബോധിപ്പിച്ച കാര്യങ്ങൾ, തന്നിലൂടെ വന്നിട്ടുള്ള വെളിപാടുകൾ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ 100 മഹത്തുക്കളുടെ ഒരു ലിസ്റ്റുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തന്നെ ഉണ്ടല്ലോ, അതിലാദ്യത്തെ പേര് മറ്റാരുടേതുമല്ല, മുഹമ്മദ് നബിയുടേതാണ്. എന്തുകൊണ്ട്? അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്: സ്വന്തം ജീവിതം മാതൃകയാക്കി മാറ്റുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയാവുന്നത് സാഹോദര്യമാണ്. സാഹോദര്യം എന്ന് പറയാവുന്നത് ഫ്രറ്റേണിറ്റി, എല്ലാ ആളുകളെയും സഹോദരന്മാരായിട്ട് എല്ലാവരോടും ഒരേ തുല്യനീതിയോടുകൂടി പെരുമാറി. നബിയുടെ ജീവിതത്തിലെ, ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ പോലും ഞാൻ നേതാവാണ് എന്ന രീതിയിൽ പ്രവാചകൻ ഒരിക്കൽ പോലും പ്രവർത്തിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട കാലത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അഹന്തയോടുകൂടി അങ്ങനെ ചെയ്യാമായിരുന്നു, അപ്പോഴുണ്ടായിട്ടില്ല. ലാളിത്യം, സാഹോദര്യം, സ്നേഹം, കരുണ, ഇങ്ങനെ എടുത്തു പറയാവുന്ന ഏതൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പറയാവുന്ന ഒരാളായിരുന്നു പ്രവാചകൻ. നമുക്കറിയാമല്ലോ, പ്രവാചകത്വം കിട്ടി മക്കയിൽ നിൽക്കാൻ പറ്റാത്ത കാലത്താണ് അദ്ദേഹം ഈ യസ്രിബിലേക്ക് പലായനം ചെയ്യുന്നത്. പിന്നീട് ആ നാടിൻ്റെ പേര്, യസ്രിബിൻ്റെ പേര് മദീനത്തുൽ റസൂൽ എന്നാക്കി മാറ്റുന്നത് അദ്ദേഹമല്ല. അതാണ് ഒരാളോടുള്ള സ്നേഹം. എങ്ങനെയാണ് ഒരു നാടിൻ്റെ പേര് പോലും മാറ്റി അദ്ദേഹത്തെ ആദരിക്കാൻ തോന്നുന്നത്? അത് പെരുമാറ്റത്തിലൂടെ, മാതൃകയായിട്ടുള്ള ജീവിതത്തിലൂടെയാണ്. ആ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആദ്യത്തെ പള്ളി നിർമ്മാണത്തിൽ പോലും ഏറ്റവും കഠിനമായ ജോലികൾ ചെയ്തിരുന്നത് പ്രവാചകനായിരുന്നു. മറ്റുള്ള ആളുകളെ വെച്ചിട്ട് ഞാൻ പ്രവാചകനാണ്, നിങ്ങളെല്ലാവരും പണിയെടുത്തോ. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, നേതാവ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ ഇസ്തിരി ചുളിയാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും, ബാക്കിയുള്ള ആളുകൾ പണിയെടുക്കാൻ വേറെയുള്ള ആളുകൾ. അത് ഭരണത്തിലാണെങ്കിലും ഏത് നേതൃത്വത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകൾ. പക്ഷേ അതായിരുന്നില്ല പ്രവാചകൻ്റെ മാതൃക. എല്ലാവരോടും കാരുണ്യത്തോടു കൂടിയിട്ട്, എല്ലാവരോടും പൊറുക്കുന്ന മനോഭാവം. മക്ക സ്വന്തം അധീനതയിൽ വന്നപ്പോൾ അതുവരെ തന്നെ ദ്രോഹിച്ച ആളുകൾ ഓരോരുത്തരായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് എന്നോട് പൊറുക്കണമെന്ന് പറയുന്ന സമയത്ത്, നീ പണ്ട് എന്നോട് അങ്ങനെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വിരോധം തോന്നേണ്ടത് ഹിന്ദിനോടാണ്. ഒരു സ്ത്രീയിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത അത്ര ക്രൂരത. അദ്ദേഹത്തിന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വന്തം മാതുലൻ്റെ കരൾ പറിച്ചിട്ട് വിഴുങ്ങാൻ ശ്രമിച്ച ഒരു സ്ത്രീയോട് പോലും ഞാൻ ഹിന്ദാണ്, എന്നോട് പൊറുക്കേണമെന്ന് പറയുമ്പോൾ നിന്നോട് പൊറുത്തിരിക്കുന്നു എന്ന് പറയുന്ന അതാണ് കാര്യം. ഇതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യം പ്രവാചകൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യവും പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന്, അത് മുസ്ലിം പേരുള്ള ആളുകൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇസ്ലാം ആചരിക്കുന്ന ആളുകൾ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ കാരുണ്യം, സഹാനുഭൂതി, സഹവർത്തിത്വം, സൗഹാർദ്ദം, സൗഭ്രാത്രം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ, സാഹോദര്യം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാക്കുന്നുണ്ടോ? കരുണ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ അതുണ്ടോ? നമ്മൾ ലാളിത്യത്തിലാണോ ജീവിച്ചത്? അതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. നമ്മൾ ഒരു പുനർവിചിന്തനം വീണ്ടും വിചാരം നടത്തേണ്ട കാലം പോലുമാണ്. പ്രവാചകൻ എല്ലാറ്റിനും അധിപനായിട്ട്, മക്കയുടെയും മദീനയുടെയും മറ്റ് പല ദേശങ്ങളിലെ അധിപനായിട്ടാണല്ലോ അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലും അദ്ദേഹം
താമസിച്ച ഗൃഹവും അദ്ദേഹം പ്രാർത്ഥിച്ച പള്ളിയും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മഴ പെയ്താൽ ചോരുന്ന വീട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് താമസിച്ച വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹം അങ്ങനെ ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ട് ജീവിക്കുക, അത് ആ രീതിയിലേക്ക് പോകാവുന്ന എത്ര പേരുണ്ട്. നമ്മൾ ആ രീതിയിലേക്ക് പോകും. നമ്മൾ അവിടെയാണ് ധാർമ്മികത മാനവികതയുടെ ജീവനാവണമെങ്കിൽ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ നിങ്ങളടുത്ത് ഉദ്ബോധിപ്പിച്ച് പോയത് കൊണ്ട് കാര്യമായില്ല. എൻ്റെ മനസ്സിലേക്ക് ഞാൻ നിങ്ങളോട് പറയണില്ല, എന്നോട് പറയാമല്ലോ, എൻ്റെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എല്ലാവരെയും തുല്യരായിട്ടും എല്ലാവരെയും സഹോദരങ്ങളായിട്ടും എല്ലാവരോടും കരുണയോട് കൂടി പെരുമാറാനൊക്കെ പഠിക്കുമ്പോൾ മാത്രമേ, അത് ആചരിക്കുമ്പോൾ മാത്രമേ ഞാനൊരു നല്ല മനുഷ്യനാകൂ. അപ്പോഴേ എന്നിൽ മാനവികതയുണ്ടാകുകയുള്ളൂ, എന്നിൽ ധാർമ്മികതയുണ്ടാവുള്ളൂ. അപ്പോഴേ ഒരു രാജ്യം ശരിയായ രൂപത്തിൽ സോഷ്യൽ ഡെമോക്രസിയിലേക്ക് വരികയുള്ളൂ. ഇത് പ്രവാചകൻ്റെ കാര്യത്തിൽ മാത്രമല്ല, യേശുവിൻ്റെ കാര്യത്തിൽ, യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ യേശു കുരിശിനെ പിന്നെ ആരാധിക്കുന്ന ആളുകളൊക്കെയാണല്ലോ പല ആളുകളും. പക്ഷേ യേശുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണത്തിലാണ് യേശുവിൻ്റെ ഉദ്ബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലുള്ളത്. അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ഗിരിപ്രഭാഷണം നമ്മളിൽ എത്ര പേര് ഉൾക്കൊള്ളും. അവിടെ ഇതന്നെ പറയുന്നത്, നിങ്ങളിൽ കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ, നിങ്ങളിൽ സൗമനസ്സുള്ളവൻ ഭാഗ്യവാൻ, ഇങ്ങനെ ഓരോ തരത്തിൽ പറയും. ഇത് എന്തുകൊണ്ട് നമ്മളിതൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. യേശു കരുണയുള്ളവനായിരുന്നു. അദ്ദേഹം ഈ സമ്പന്നന്മാരുടെ കൂടെ പോയ ഒരാളല്ല, അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ ജീവിച്ചയാളാണ്. ഇനി ഇപ്പുറത്തേക്ക് ബുദ്ധൻ ഈ എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഭിക്ഷതയും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പീഡനത്തിലേക്ക് പോയി. അങ്ങനെ ഈ അക്കാലത്തെ സന്യാസിമാരുടെ രീതിയിലുള്ള സ്വയം പീഡനം, ആത്മപീഡനത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് മനസ്സിലായി അതുമല്ല ശരിയെന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിൽ ഈ ബുദ്ധത്വം ഉണ്ടാകുന്നത്. ഇതിന് ഈ എക്സ്ട്രീം സൈഡിനപ്പുറത്തെ നടുവിലൊരു മാർഗമുണ്ട്, സർവമാർഗേഷു മധ്യമാൻ എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് വരുന്നു. അങ്ങനെ അപ്പോൾ ഈ നമ്മൾ എല്ലാറ്റും അങ്ങേറ്റത്തെ ആർഭാടത്തിലേക്ക് പോകരുത്, അതേ സമയത്ത് സ്വയം പീഡനത്തിലേക്ക് പോകാൻ പാടില്ല. ബുദ്ധൻ ആ രീതിയിൽ സ്വയം പീഡനം അനുഭവിച്ച ഒരാളാണ്. ഒരു നേരത്ത് ഒരു ദിവസം ഒരു ഇല മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്ത ആളാണ്. വളരെ മോശമായ രൂപത്തിൽ പല ഭക്ഷണങ്ങളും കഴിച്ച ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് നമ്മുടെ മുമ്പിലേക്ക് യേശുവും പറയുന്നത്, ബുദ്ധനും പറയുന്നത് സാഹോദര്യത്തെക്കുറിച്ചാണ്, ലാളിത്യത്തെക്കുറിച്ചാണ്. ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്, അതിൽ പറയുന്നത് ഈ ബിംബിസാരൻ്റെ ഇടയൻ എന്ന കവിതയിൽ ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ, മുടന്തനായ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്നതിനെക്കുറിച്ച്, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, മുടന്തി പോവുകയാണ്. മറ്റുള്ള ആടുകളൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ആടിനെ എടുത്തുയർത്തുമ്പോൾ അതിൽ ഇടശ്ശേരി എഴുതിയിട്ടുള്ളത്, മുനേ ഭവാനി ലോകമശേഷം തോളിലെടുക്കാൻ കെൽപ്പുടയോൻ, കുഞ്ഞാടിതിനെ കയ്യിലെടുപ്പു നന്നു നന്ദി ആരംഭം എന്നുള്ളതാണ്. അതായത് ഈ ലോകത്തെ മുഴുവൻ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള അങ്ങ്, ഈ ലോകത്തിന് മുഴുവൻ മാർഗദീപമായിട്ട് മാറേണ്ട തങ്ങളിതാ ഒരു കുഞ്ഞാടിനെ, ആർക്കും വേണ്ടാത്തൊരു കുഞ്ഞാടിനെ ഈ കയ്യിലെടുക്കുന്ന ഈ കാരുണ്യമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ നാട്ടിൽ മഹാത്മജി, നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് പറയുന്ന, അപ്പം മഹാത്മജി നമ്മുടെയൊക്കെ അടുത്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച മഹാത്മജി, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ള അതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ടയാളാണ് മഹാത്മജി. എല്ലാവരെയും തുല്യരായി കാണണം, എല്ലാവർക്കും കൊടുക്കാൻ, ശത്രുവാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല, പാകിസ്ഥാന് കൊടുക്കാനുള്ള പണം അത് കൊടുത്തേ തീരൂ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിരാഹാര സത്യാഗ്രഹം നടത്തിയുള്ള ആളാണ് ഗാന്ധി. അത്തരത്തിൽ ഗാന്ധിയുടെ ജീവിതം, ഇങ്ങനെ ഓരോ ആളുടെ ജീവിതം നമുക്ക് മുന്നോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എല്ലാവരെയും ഒരേപോലെ. പക്ഷെ നമ്മൾ ഈ രീതിയിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം. നമ്മൾ അതിലൊരാളാവാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ പാത പിന്തുടരാൻ, ജീവിതം കൊണ്ട് പാത പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാനിവിടെ പറയുമ്പോൾ എൻ്റെ പ്രസംഗമല്ല നിങ്ങൾ നോക്കേണ്ടത്, ധാർമ്മികതയാണ് മാനവികതയുടെ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് മാനവികമായിട്ടുള്ള ഒരു അടിത്തറയിലാണോ അല്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, വിരൽ ചൂണ്ടേണ്ടത് നമ്മുടെ നേരെയാണ്. ഞാൻ ആ മാനവികതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ?
ശ്രമിക്കണമെന്നാണ് പറയുക. അതല്ലെങ്കിൽ പല ആളുകളും നമ്മൾ ഇതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത് ആശാവഹമല്ല. 75 വർഷം മുമ്പേ അംബേദ്കർ ആശങ്കപ്പെട്ടത് 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംബേദ്കർ ആശങ്കപ്പെട്ടത് നമ്മുടെ നാടിന് എത്ര കാലം ശരിയായ ജനാധിപത്യ രാഷ്ട്രമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. 75 വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ആശങ്കപ്പെടുന്നത് എത്ര കാലം കഴിയും. വളരെ പെട്ടെന്ന് ഇതെല്ലാം മാറാം. വെറും പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ മാത്രം വിശ്വസിച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് മാറിയിട്ട് ഇനി നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് അധികം ശ്രമിക്കേണ്ട. എല്ലാ വോട്ടും ഒരേ കാലത്ത് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒറ്റ വോട്ട്, അതോടുകൂടി ഇനി അപ്പുറത്തേക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയുണ്ടായാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ, നമുക്ക് ആവശ്യപ്പെടാൻ എന്താണ് കഴിയുക? ജനാധിപത്യത്തിൽ നമ്മുടെ വോട്ടാണ് ഏറ്റവും വലിയ ശക്തി. ആ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ നമുക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ, സംസാരിക്കാൻ, വിശ്വസിക്കാൻ, ആശയപ്രചരണം നടത്താൻ, ഇതിനെല്ലാമുള്ള അവകാശങ്ങൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ നാട് മാനവികമാക്കണം, നമ്മുടെ നാട് ധാർമ്മികമാവണം. അതിന് നമ്മൾ മാനവികരായിട്ട് മാറണം, നമ്മൾ ധാർമ്മിക ബോധമുള്ളവരായിട്ട് മാറണം. ഈ ധാർമ്മിക ബോധത്തിലേക്ക് എത്താൻ, അതായത് ആരെയും ശത്രുവായി കാണാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളായിട്ട് കാണുന്ന, നമ്മൾ പണ്ട് കാലത്ത്, ഇപ്പോൾ പാഠപുസ്തകങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് നമ്മൾ അസംബ്ലിയിൽ പണ്ട് എല്ലാ ദിവസവും പറയുമായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ. പിന്നീട് ഇപ്പോൾ പറയുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ആ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണാൻ, എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങളോടെല്ലാവരോടും നന്ദി. അതിനു മുമ്പേ എന്നെ ഏൽപ്പിച്ച പണി ഇതിൻ്റെ ഉദ്ഘാടനം എന്നുള്ളതാണ്. ആ ഉദ്ഘാടനവും ഞാൻ നിർവഹിച്ചായിട്ട് പലപ്പോഴും ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട പ്രവൃത്തി മറന്നുപോകും. അപ്പോൾ അതുകൊണ്ടാണ് മറക്കാതെ പറയുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇങ്ങനെ നിശബ്ദമായിട്ട് കേട്ട നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളോട് നന്ദി പറയേണ്ടത്, നിങ്ങളിനി അങ്ങോട്ടേക്ക് ഇത് മനസ്സിൽ ഉൾക്കൊള്ളുമെന്നുള്ള എൻ്റെ വിശ്വാസം, നിങ്ങൾ നടപ്പാക്കുമെന്നുള്ള എൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ്. അതിനുകൂടി കഴിയട്ടെ, എനിക്കും നിങ്ങൾക്കും നല്ല മനുഷ്യരാവാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു.